യുഎസിൽ ഇന്ത്യക്കാർക്കെതിരെ പരാമർശം നടത്തി പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഒരു അമേരിക്കൻ പൗരൻ. ടെക്സസിലെ ഡാലസിലുള്ള വ്യവസായിയായ ഡാനിയൽ കീനാണ് ഇന്ത്യക്കാർ നടത്തിയ ആഘോഷ പ്രകടനത്തിനെതിരെ പരാമർശം നടത്തി കുടുങ്ങിയത്. 30-കാരനായ ഡാനിയൽ കീനിലെ പള്ളിയിൽ നിന്നും ജിംനേഷ്യത്തിൽ നിന്നും പുറത്താക്കിയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. കൂടാതെ ഡാനിയൽ കീനിന് വ്യവസായത്തിൽ നിന്ന് ഗണ്യമായ നഷ്ടം ഉണ്ടായെന്നും ഭീഷണികൾ നേരിട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യക്കാർക്കെതിരെ പരാമർശത്തിൽ മാപ്പ് പറയാനില്ലെന്ന നിലപാടിലാണ് ഇദ്ദേഹം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യ വാരമാണ് ഇന്ത്യക്കാർ നടത്തിയ ഗണേശ ചതുർത്ഥി ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ച് ഡാനിയൽ കീൻ രൂക്ഷമായ പ്രതികരണം നടത്തിയത്. നമുക്ക് H-1B വിസ പ്രോഗ്രാം റദ്ദാക്കണം, എൻ്റെ മക്കളെ എനിക്ക് അമേരിക്കയിൽ വളർത്തണം, ഇന്ത്യയിൽ അല്ല എന്നിങ്ങനെയായിരുന്നു ഡാനിയൽ കീനിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ഡാലസിന് പുറത്തുള്ള എൻ്റെ അയൽപ്പക്കത്തിലെ സാധാരണ കാഴ്ചയാണിത്. നമ്മൾ H-1B വിസകൾ റദ്ദാക്കണം, എൻ്റെ കുട്ടികൾ അമേരിക്കയിൽ വളരണം, ഇന്ത്യയിലല്ല. എൻ്റെ അയൽപ്പക്കം ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും വൈകുന്നേരങ്ങളിലെ നടത്തം മുംബൈയിലെ തെരുവുകളിലൂടെ നടക്കുന്നത് പോലെയാണെന്നും കീൻ കമന്റിൽ അഭിപ്രായപ്പെട്ടിരുന്നു. എല്ലാ മാസവും ഇവിടെ ആഘോഷങ്ങൾ നടക്കാറുണ്ടെന്ന് പരാതിപ്പെട്ട കീന അയൽപ്പക്കത്ത് ഇപ്പോൾ ഏകദേശം 70% ഇന്ത്യക്കാരാണെന്നും അടുത്ത കാലം വരെ ഇങ്ങനെയായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റ് വൈറലായതോടെ ഡാനിയൽ കീൻ വിദേശീയരോട് വിദ്വേഷം ഉള്ളയാളാണെന്നും മതസൗഹാർദ്ദം ഇല്ലാത്തയാളാണെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ബാപ്റ്റിസ്റ്റ് പള്ളി അധികൃതർ പാപപരമായ പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടുകയും അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ന്യൂസ് വീക്ക് റിപ്പോർട്ട് അനുസരിച്ച് 2 ആഴ്ച കൊണ്ട് ഡാനിയൽ കീനിന് $8,000 വിൽപ്പന നഷ്ടപ്പെട്ടു. ക്രോസ്ഫിറ്റ് പ്രോസ്പർ എന്ന ജിമ്മാണ് ഡാനിയൽ കീനിന്റെ അംഗത്വം റദ്ദാക്കിയത്. കീൻ ഉൾക്കൊള്ളലിന്റെ തത്വങ്ങൾ ലംഘിച്ചതിനാലാണ് നടപടിയെന്നും ഈ തീരുമാനം രാഷ്ട്രീയപരമായിരുന്നില്ലെന്നും കീനിന്റെ പൊതുപ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ജിം അധികൃതർ അറിയിച്ചു. ഡാനിയൽ കീനിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നു. ഡാനിയൽ കീനിന്റെ അഭിപ്രായത്തിനെതിരെ ഒരാൾ പങ്കുവച്ച കമന്റ് ഇങ്ങനെയായിരുന്നു: ഇതാണ് എൻ്റെ അമേരിക്ക. ഞാൻ വടക്കൻ ടെക്സസിലെ ഒരു ഇന്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് താമസിക്കാൻ തിരഞ്ഞെടുത്തു. അത് മികച്ചതായിരുന്നു. 80കളിൽ ഞാൻ വളർന്നു വന്നതുപോലെ കുട്ടികൾ പുറത്ത് കളിക്കുന്നു, കുടുംബങ്ങൾ അത്താഴത്തിന് ശേഷം നടക്കുന്നു, സുരക്ഷിതമായ സ്കൂളുകൾ. നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഇതേ നിലപാടുള്ള മറ്റൊരാളുടെ കമന്റ് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ജനലിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നതിന് പകരം നിങ്ങൾ അങ്ങോട്ട് നടന്നു ചെന്ന് ഹലോ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് ലോകോത്തര ആതിഥ്യം അനുഭവിക്കാനാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനും കഴിഞ്ഞേക്കും. ഡാനിയൽ കീനിന്റെ അഭിപ്രായത്തെ പിന്തുണച്ച ഒരാൾ നമ്മൾ നിയമപരവും നിയമവിരുദ്ധവുമായി താമസിക്കുന്ന എല്ലാവരെയും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഡാനിയൽ കീൻ പങ്കുവച്ച വീഡിയോ കണ്ടിട്ട് ഒട്ടും നല്ലതായി തോന്നുന്നില്ലെന്ന് മറ്റൊരാളും കുറിച്ചിരുന്നു. അതേസമയം കീൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും മാപ്പ് പറയാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. കുടിയേറ്റത്തെയും സാംസ്കാരിക സ്വത്വത്തെയും കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുന്നതായും തൻ്റെ അഭിപ്രായങ്ങൾ നയങ്ങളെക്കുറിച്ചുള്ളതാണെന്നും ആളുകളെക്കുറിച്ച് അല്ലെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച തുറന്ന കത്തിൽ പറഞ്ഞു. തനിക്ക് വംശീയ വിദ്വേഷമില്ലെന്ന് കീൻ ന്യൂസ് വീക്കിനോട് പറഞ്ഞു. തൻ്റെ എതിർപ്പ് നയത്തോടാണ്, പ്രത്യേകിച്ച് ചെറിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റം ഉണ്ടാകുന്നതിനോടാണ്. ഇത് തൊഴിലിടത്തെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ഉള്ളതല്ല. നിങ്ങളുടെ കുട്ടികൾക്കായി നിങ്ങൾ എങ്ങനെയുള്ള രാജ്യമാണ് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കുട്ടികളെ ബാധിക്കുന്നതായി തോന്നുന്ന നയങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. അതായിരുന്നു തൻ്റെ ആശങ്കയെന്നും കീൻ പറഞ്ഞു. സെലിനയിലെ ദ ട്രെയിൽസ് ചർച്ചിലെ അധികൃതർ തന്നോട് സഭ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടതായി കീൻ പറഞ്ഞു. ഇതിനെതിരെ കത്തയച്ച് ചോദ്യം ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്.